ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങാനിനി അധിക ദിവസങ്ങളില്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഓഗസ്റ്റ് 15-ന് ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊമോയിൽ നമ്മൾ 3 ആളുകളെയാണ് ജഡ്ജസ് ആയിക്കാണ്ട് 3 ആളുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫേസ് ഒന്നും വ്യക്തമാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ഇറക്കിയ ആ ഒരു ഇതിൽ ഈ വരുന്ന 3 ജഡ്ജസിനെ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കോമണേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു അഗ്നിപരീക്ഷയിൽ വരുന്ന 3 ജഡ്ജസിൽ ഒന്ന് രഞ്ജിനി ഹരിദാസാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് രഞ്ജിനി ഹരിദാസിനെ മുൻ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. തൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറഞ്ഞ ഒരാളായിരുന്നു. പിന്നെ അടുത്ത ഒരു ജഡ്ജസ് എന്ന് പറയുന്നത് റിയാസ് സലീമാണ്. റിയാസ് സലീമിനെയും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കാരണം അത് മുൻ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓരോ സീസണിലും ഗസ്റ്റായിട്ടും എന്തുണ്ട്, കഴിഞ്ഞ സീസണിലൊക്കെ എന്തുണ്ടായിരുന്നു, റിയാസ് സലീം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന ജഡ്ജസ് എന്ന് പറയുന്നത് അഖിൽമാരാറാണ്. ഈ 3 ജഡ്ജസ്മാരാണ് ഇക്കുറിക്കത്തെ അഗ്നിപരീക്ഷയിൽ വരുന്നത്. അഖിൽമാരാറും ഒരു സീസണിൽ ബിഗ് ബോസിൻ്റെ സീസണിൽ എന്തായിരുന്നു, ടൈറ്റിൽ വിന്നറായിരുന്നു. തൻ്റെ അഭിപ്രായങ്ങളും കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ചവെച്ച ആളായിരുന്നു. പിന്നെ അവതാരികയായിട്ട് ഒരാളൂടെ വരുന്നുണ്ട്. അത് റെനീഷ റഹ്മാനാണ്. അതും ബിഗ് ബോസ് താരം തന്നെ, മുൻ ബിഗ് ബോസ് താരം തന്നെയാണ്. ഇത്രയും ആളുകളാണ് നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ വരുന്നത്, 3 ജഡ്ജസായിട്ട് വരുന്നത്. രഞ്ജിനി ഹരിദാസും അഖിൽമാരാറും റിയാസ് സലീമും ഒപ്പം അവതാരികയായിട്ട് നമ്മുടെ റെനീഷ റഹ്മാനും. ഇങ്ങനെ 3 പേരാണ് ഓഗസ്റ്റ് 15-ന് അഗ്നിപരീക്ഷ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ എത്തുന്നത്. അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്നുള്ളത്. വേറെയുള്ള ലാംഗ്വേജിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതിനെ ഭയങ്കര ആകാംക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത്. എന്തായിരിക്കും, ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം താല്പര്യത്തോടെ നിൽക്കുകയാണ്. നമുക്കറിയാം രഞ്ജിനി ഹരിദാസ് ആയാലും റിയാസ് സലീം ആയാലും അഖിൽമാരാർ ആയാലും ഒക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റി സ്റ്റാൻഡൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു ഓഗസ്റ്റ് 15-ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം.